മജ്മുനികായ 53 സെക്ക സുത്ത. ഒരു ആര്യശ്രാവകൻ അല്ലെങ്കിൽ ഭിക്ഷു എപ്രകാരമാണ് അഭ്യസിക്കേണ്ടത് എന്നതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ആയുഷ്മാൻ ആനന്ദനാണ് ഈ സുത്തം പറഞ്ഞിട്ടുള്ളത്. ഭഗവാൻ പറഞ്ഞിട്ടുള്ള അഭ്യാസങ്ങൾ എന്താണ്, മുക്തിക്ക് മോക്ഷത്തിന് എന്ത് ചെയ്യണം എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഭിക്ഷുക്കൾക്കും അതേപോലെ തന്നെ മുക്തി മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്ന സാധകർക്കും ഈ സുത്തം നിങ്ങൾ ദയവ് ചെയ്ത് ഫോർവേഡ് ചെയ്യുക. നിബ്ബാണം ലഭിക്കുന്നതിന് ഏത് രീതിയിൽ ജോലി ചെയ്യണം എന്നതിനെപ്പറ്റി ഇതിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ സൂത്രത്തിലേക്ക് കടക്കാം. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ സാക്യന്മാരുടെ സ്ഥലത്ത് വിഹരിക്കുകയായിരുന്നു. അവിടെ കപിലവസ്തുവിൽ നിഗ്രോധാരാമം എന്ന് പറയുന്ന ഒരു ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ശാക്യൻ എന്ന് പറയുന്നത് ഒരു കുലമാണ്, ശാക്യകുലം. അവരുടെ ആൾക്കാരാണ് അവിടെ വസിച്ചിരുന്നത് കപിലവസ്തുവിൽ. ആ സമയത്ത് കപിലവസ്തുവിൽ ഒരു പുതിയ ടൗൺ ഹാൾ ശാക്യന്മാർ പണിയിപ്പിച്ചിരുന്നു. ആ ടൗൺ ഹാളിൽ ഇതുവരെ ഒരു ശ്രമണ ബ്രാഹ്മണനും താമസിച്ചിട്ടില്ലായിരുന്നു, മറ്റൊരു വ്യക്തിയും അവിടെ താമസിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കപിലവസ്തുവിലെ ആ ശാക്യന്മാർ ഭഗവാന്റെ അടുത്ത് പോയി വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്നു. എന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ഭഗവാനെ, ശാക്യന്മാർക്ക് വേണ്ടി കപിലവസ്തുവിൽ ഒരു പുതിയ ടൗൺ ഹാൾ ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു ശ്രമണ ബ്രാഹ്മണനും അതിൽ വസിച്ചിട്ടില്ല, അതുകൂടാതെ ഒരു വ്യക്തിയും അതിൽ ഇതുവരെ താമസിച്ചിട്ടില്ല. ഭഗവാൻ അതിനെ ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കപിലവസ്തുവിലെ ശാക്യന്മാർക്ക് ദീർഘകാലത്തേക്ക് ഹിതത്തിനും സുഖത്തിനും കാരണമായിട്ട് തീരും. അതുമൂലം കപിലവസ്തുവിലെ ശാക്യന്മാർക്ക് ദീർഘകാലത്തേക്ക് ഹിതവും സുഖവും ഉണ്ടാകും. അപ്പോൾ ഭഗവാൻ മൗനമായിരുന്ന് അതിന് സമ്മതിച്ചു. ഭഗവാൻ സമ്മതിച്ചു എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആ ശാക്യന്മാർ അവരുടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു, ഭഗവാനെ വന്ദിച്ചു. എന്നിട്ട് ഭഗവാനെ വലത്ത് വശത്താക്കി അവർ 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തു. അതിനുശേഷം അവർ പുതിയ ആ ടൗൺ ഹാളിൽ പോയി. അതിനുശേഷം ആ ടൗൺ ഹാളിൽ എല്ലായിടത്തും അവർ കാർപ്പറ്റ് വിരിച്ചു, ഇരിക്കാനുള്ള ആസനങ്ങൾ തയ്യാറാക്കി, വെള്ളത്തിനുള്ള സൗകര്യമൊരുക്കി, ഒരു എണ്ണയുടെ വിളക്കും തയ്യാറാക്കി. അതിനുശേഷം അവർ ഭഗവാന്റെ അടുത്ത് പോയി. എന്നിട്ട് അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്ത് നിന്നു. എന്നിട്ട് അദ്ദേഹത്തോട് തങ്ങൾ നടത്തിയ ഒരുക്കങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഭഗവാനെ, ഞങ്ങൾ ടൗൺ ഹാളിൽ കാർപ്പറ്റുകളെല്ലാം വിരിച്ചിട്ടുണ്ട്, ഇരിക്കാനുള്ള സീറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്, വെള്ളം ലഭ്യമാക്കിയിട്ടുണ്ട്, ഒരു എണ്ണയുടെ വിളക്കം തയ്യാറാക്കിയിട്ടുണ്ട്. ഭഗവാനെ, താങ്കളുടെ സൗകര്യത്തിനനുസരിച്ച് താങ്കൾക്ക് ഉചിതമായിട്ടുള്ളത് ചെയ്യാം. അപ്പോൾ ഭഗവാൻ തൻ്റെ വസ്ത്രം അണിഞ്ഞു. എന്നിട്ട് ഭിക്ഷാപാത്രവും വസ്ത്രവും എടുത്തു. എന്നിട്ട് ഭിക്ഷസംഘങ്ങൾക്കൊപ്പം ടൗൺ ഹാളിൽ പോയി. കാലുകൾ കഴുകിയതിന് ശേഷം അദ്ദേഹം ടൗൺ ഹാളിൻ്റെ മധ്യത്തിൽ ഇരുന്നു, കിഴക്ക് ദിശയ്ക്ക് അഭിമുഖമായിട്ട് ഇരുന്നു. ഭിക്ഷസംഘവും അവരുടെ കാലുകൾ കഴുകി ടൗൺ ഹാളിൽ പ്രവേശിച്ചു. പടിഞ്ഞാറേ ചുമരിൽ കിഴക്ക് അഭിമുഖമായിട്ട് അവർ ഇരുന്നു. അവരുടെ തൊട്ടു മുൻപിൽ ഭഗവാൻ ബുദ്ധനായിരുന്നു ഇരുന്നിരുന്നത്. കപിലവസ്തുവിലെ ശാക്യന്മാരും അവരുടെ കാലുകൾ കഴുകി ടൗൺ ഹാളിൽ പ്രവേശിച്ചു. കിഴക്ക് ഭാഗത്തുള്ള ചുമരിനടുത്ത് അവർ പടിഞ്ഞാറ് നോക്കി ഇരുന്നു. അവരുടെ മുന്നിൽ അപ്പോൾ ബുദ്ധനായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ബുദ്ധനും ഭിക്ഷുസംഘവും കിഴക്ക് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ശാക്യന്മാർ പടിഞ്ഞാറ് അഭിമുഖമായിട്ട് ഇരുന്നു. അപ്പോൾ പരസ്പരം കാണാൻ സാധിക്കും. അതിനുശേഷം ഭഗവാൻ രാത്രി ഒരുപാട് സമയം വരെ ആ ശാക്യന്മാരെ ധർമ്മ കഥ കൊണ്ട് മാർഗനിർദ്ദേശം കൊടുത്തു, അവർക്ക് ഉത്സാഹം കൊടുത്തു, പ്രേരണ കൊടുത്തു, അവരുടെ മനസ്സ് സന്തോഷമുള്ളതാക്കി. അതിനുശേഷം അദ്ദേഹം ആയുഷ്മാൻ ആനന്ദനോട് ഇങ്ങനെ പറഞ്ഞു, ആനന്ദ, കപിലവസ്തുവിലെ ശാക്യന്മാർക്ക് ഒരു ഭിക്ഷു എങ്ങനെയാണ് അഭ്യസിക്കേണ്ടത് എന്ന കാര്യത്തെപ്പറ്റി താങ്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ താങ്കൾ സംസാരിക്കാം. എൻ്റെ പുറം വേദനിക്കുന്നു, ഞാൻ പുറത്തിന് അല്പം വിശ്രമം കൊടുക്കട്ടെ. ശരി ബന്ധേ എന്ന് പറഞ്ഞ് ആയുഷ്മാൻ ആനന്ദൻ ഭഗവാനോട് ഉത്തരം കൊടുത്തു. അതിനുശേഷം ഭഗവാൻ തൻ്റെ പുറമേ ധരിച്ചിരിക്കുന്ന വസ്ത്രം അതിനെ 4ആയിട്ട് മടക്കിക്കൊണ്ട് അതിൽ സിംഹശയ്യ ആസനത്തിൽ കിടന്നു. അതായത് ലയൺസ് പോസ്ചർ, സിംഹത്തിൻ്റെ കിടപ്പ്, അതാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത്.
ഭഗവാൻ രാത്രി എപ്പോഴും ഈ രീതിയിലാണ് വിശ്രമിക്കാറുള്ളത്. വലതുവശം തിരിഞ്ഞ് കിടക്കും, രണ്ട് കാലും ചേർത്ത് വയ്ക്കും ഒന്നിനു മുകളിലായിട്ട്. എന്നിട്ട് സതീ സമ്പജന്യത്തോടുകൂടി എണിക്കാനുള്ള സമയം മനസ്സിൽ കരുതിക്കൊണ്ട് കിടക്കും. ഉത്ഥാന സഞ്യം മനസ്സി കരുത്തുക, അതായത് ഏത് സമയത്താണ് എണിക്കേണ്ടത് എന്നുള്ള ആ ഒരു സഞ്ജ മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം കിടക്കും. ഈ ഒരു പൊസിഷനിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ഉറക്കം അല്പം കമ്മിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പൊസിഷനിൽ കിടക്കുന്ന സമയത്ത് നമ്മൾക്ക് ജാഗ്രത വർദ്ധിക്കുന്നതായിട്ടാണ് എൻ്റെ ഒരു അനുഭവം. ഈ പൊസിഷനിൽ കിടക്കുന്ന സമയത്ത് മിക്കവാറും ഉറക്കം വരാനുള്ള ചാൻസ് അല്പം കമ്മിയാണ്. അപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ ശാക്യന്മാരായിട്ടുള്ള മഹാനാമന്മാരോട് ഇങ്ങനെ പറഞ്ഞു: ഇത് മഹാനാമ അരിയ സാവകോ ശീലസമ്പന്നോ ഹോതി ഇന്ദ്രിയേസു ഗുപ്തദ്വാരോ ഹോതി ഭോജനെ മത്തന്യു ഹോതി ജാഗരീയം അനിയുക്തോ ഹോതി സത്താഹി സദ്ധമ്മേഹി സമന്യാഗതോ ഹോതി ചതുന്നം ധ്യാനം അഭിചേതസികാനം ദിഠധമ്മസുഖവിഹാരാനാം നികാമ ലാഭി ഹോതി അകിച്ചലാഭി അകസിര ലാഭി. മഹാനാമ ഒരു ആര്യശ്രാവകൻ എന്ന് പറയുന്ന സമയത്ത് ആര്യന്മാരിൽ നിന്ന് ധർമ്മം കേട്ടുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാവകൻ അല്ലെങ്കിൽ ഒരു ഭിക്ഷു. ആര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തി ലഭിച്ചവർ എന്നാണ് അർത്ഥം. അങ്ങനെ അഭ്യസിക്കുന്ന ഒരു ആര്യശ്രാവകൻ, അതായത് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ഭിക്ഷു, ശീലസമ്പന്നോഹോതി, ആദ്യമായിട്ട് ശീലത്തിൻ്റെ അഭ്യാസം ചെയ്യുന്നു. ഇന്ദ്രിയേസു ഗുപ്തദ്വാരോഹോതി, ഇന്ദ്രിയങ്ങളെ സംവരണം ചെയ്യുന്നു അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നു. ഭോജനെ മത്തന്യു ഹോതി, ഭക്ഷണം അളവിനനുസരിച്ചിട്ടാണ് കഴിക്കുന്നത്. ജാഗരീയം അനിയുക്തോ ഹോതി, ജാഗ്രത അഭ്യസിക്കുന്നു. സത്താഹി സദ്ധമ്മേഹി സമന്യാഗതോ ഹോതി, ഈ 7 ധർമ്മങ്ങളെ അവർ സ്വന്തം കൂടെ വയ്ക്കുന്നു. ചതുന്നം ധ്യാനം അഭിചേതസികാനം ദിഠധമ്മ സുഖവിഹാരാനം, അവർ ഈ 4 ധ്യാനങ്ങളെ അവർ അഭ്യസിക്കുന്നുണ്ട്. അത് വളരെ സുഖകരമായിട്ടുള്ള ധ്യാനങ്ങളാണ്. ദിഠധമ്മ സുഖവിഹാര, അത് മനസ്സിൻ്റെ ഉയർന്ന അവസ്ഥയാണ്. ആ ധ്യാനം ഈ വർത്തമാനകാലത്ത് തന്നെ അവർ അഭ്യസിക്കുന്നു. എപ്പോൾ അവർ ആഗ്രഹിക്കുന്നു, ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഒരു കഷ്ടവും കൂടാതെ അവർക്ക് ആ ധ്യാനത്തിൽ പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു ഭിക്ഷു അല്ലെങ്കിൽ ഒരു സാധകൻ ഈ കാര്യങ്ങളെല്ലാം തന്നെയാണ് ചെയ്യേണ്ടത്. എങ്കിലാണ് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഭിക്ഷുവിന് തീർച്ചയായിട്ടും നിർവ്വാണം ലഭിക്കുക. ഭഗവാൻ എന്തിനെ പറ്റിയാണ് പഠിപ്പിച്ചത്, എന്താണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ധ്യാനം എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സൂത്രം വളരെ പ്രേരണാജനകമായിരിക്കും. ഇനി ഓരോ കാര്യത്തെപ്പറ്റിയും വളരെ വിശദമായിട്ടാണ് പറയുന്നത്. കഥഞ്ച മഹാനാമ അരിയ സാവകോ ശീലസമ്പന്നോ ഹോതി. മഹാനാമ, എപ്രകാരമാണ് ഒരു ആര്യശ്രാവകൻ ശീലസമ്പന്നനായിട്ട് മാറുന്നത്? ഇവിടെ ഒരു സാധാരണ വ്യക്തി എന്ന് പറയുന്ന വ്യക്തികൾ 5 ശീലങ്ങളാണ് സാധാരണയായിട്ട് പാലിക്കേണ്ടത്. അതായത് പ്രാണികളെ കൊല്ലാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, നുണ പറയാൻ പാടില്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് ഒരു സാധാരണ വ്യക്തിക്ക് വേണ്ട നിയമങ്ങൾ അല്ലെങ്കിൽ ശീലങ്ങൾ. പക്ഷേ ഒരു ഭിക്ഷുവാണെങ്കിൽ ആ ഭിക്ഷുവിന് 227 ശീലങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതുകൂടാതെ ഒരു ഭിക്ഷുണിയാണെങ്കിൽ 311 നിയമങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ഭിക്ഷു പാലിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് വിനയപെടക എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഭിക്ഷുണികൾക്ക് കുറച്ച് കൂടുതൽ നിയമങ്ങളുണ്ട്. ഏത് രീതിയിൽ സംസാരിക്കണം, ഏത് രീതിയിൽ പെരുമാറണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം സൂക്ഷ്മമായിട്ടുള്ള നിയമങ്ങൾ മറ്റൊരു പരമ്പരയിലും ഇല്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. കാരണം ഒരു സമ്പുദ്ധനാണെങ്കിൽ, സ്വയം ബുദ്ധനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ മാത്രമേ ഇത്തരം ശീലങ്ങൾ കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുകയുള്ളൂ. പക്ഷേ മറ്റുള്ള പരമ്പരയിലെ ആൾക്കാർ അവർ ബുദ്ധനല്ല, അതിനാൽ കാര്യങ്ങൾ എന്താണ് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അതിനാൽ കൊന്നാലും വ്യഭിചരിച്ചാലും അതേപോലെ തന്നെ എന്ത് ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. കാരണം അവർക്ക് ധർമ്മം ഒട്ടും തന്നെ അറിയില്ല. ഇത് മഹാനാമ അരിയ സാവകോ ശീലവാ ഹോതി. ഒരു ആര്യശ്രാവകൻ ശീലസമ്പന്നൻ ആയിട്ട് ഇരിക്കുന്നു. വിനയത്തിലെ നിയമങ്ങളെ പരിപൂർണമായിട്ട് അനുസരിക്കുന്നു. അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ 227 നിയമങ്ങൾ അത് ഭിക്ഷുക്കൾക്കും ഭിക്ഷുണികൾക്ക് 311 നിയമങ്ങളും അത് വളരെ കൃത്യമായിട്ട് അവർ പാലിക്കുന്നു.
ശരിയായിട്ടുള്ള സ്ഥലത്ത് അവർ ഭിക്ഷാടനം നടത്തുന്നു. ചെറിയ ഒരു തെറ്റ് ചെയ്യുന്നതിൽ പോലും അവർ ഭയമുള്ളവരാണ്. അങ്ങനെ ഒട്ടും തന്നെ തെറ്റ് ചെയ്യാതെ അവർ ഏറ്റെടുത്തിരിക്കുന്ന ശീലങ്ങളെ അവർ പാലിക്കുന്നു. ഇപ്രകാരമാണ് ഒരു ആര്യശ്രാവകൻ ശീലസമ്പന്നൻ ആകുന്നത്. കഥഞ്ച മഹാനാമ അരിയ സാവകോ ഇന്ദ്രിയേസു ഗുപ്തദ്വാരോ ഹോതി. മഹാനാമ, എപ്രകാരമാണ് ഒരു ആര്യശ്രാവകൻ ഇന്ദ്രിയങ്ങളെ സംവരണം ചെയ്യുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത്? ഇത് മഹാനാമ അരിയ സാവകോ ചക്കുണ രൂപം ദിസ്വ ന നിമിത്ത ഗാഹി ഹോതി നാനുഭഞ്ജന ഗാഹി. മഹാനാമ, ഒരു ആര്യശ്രാവകൻ കണ്ണിലാൽ രൂപത്തെ കാണുന്ന സമയത്ത് ആ രൂപത്തെ ഗ്രഹിക്കുന്നില്ല, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ചിന്തിക്കുന്നില്ല. അതായത് കാണൽ മാത്രമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളിലും അതിനെപ്പറ്റി നമ്മൾ വിശദാംശങ്ങൾ ആലോചിക്കുന്ന സമയത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഉദാഹരണമായിട്ട് ഒരു രൂപം നമ്മൾ വെളിയിൽ കണ്ടു. ഒരുപക്ഷെ പുരുഷൻ്റെ രൂപമായിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീയുടെ രൂപമായിരിക്കാം. കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ ചിന്തിക്കുന്നു. ഈ രൂപം എങ്ങനെയുള്ളതാണ്, അവരുടെ ആകാരം എങ്ങനെയുള്ളതാണ്, ഈ രീതിയിലെല്ലാം ചിന്തിക്കുന്ന സമയത്താണ് പിന്നീട് നമ്മുടെ മനസ്സിൽ അകുശലങ്ങളായിട്ടുള്ള രാഗദ്വേഷാദികൾ വരുന്നത്. പക്ഷേ ആ രൂപത്തെ നമ്മൾ കണ്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്നും വരുമായിരുന്നില്ല. അതിനാൽ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സ് നമ്മുടെ ഉള്ളിൽ നിർത്താനാണ് ശ്രമിക്കേണ്ടത്. പുറത്തുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകരുത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഥവാ രൂപത്തെ കണ്ടാൽ തന്നെ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുകയോ അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ആലോചിക്കുകയോ ചെയ്യരുത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തു പറ്റും? ചക്ഷു എന്ന ഇന്ദ്രിയത്തെ നമ്മൾ സംവരണം ചെയ്തിട്ടില്ല എങ്കിൽ, കണ്ണ് എന്ന ഇന്ദ്രിയത്തെ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ, അഭിജ്ഞ ദോമനസം പാപക അകുശലാധമ്മ അൻവസ്വവേയും. അതായത് അഭിജ്ഞ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാര്യം നമ്മളുടേതാണ് എന്ന ഒരു തോന്നൽ, അതാണ് അഭിജ്ഞ. അതേപോലെ തന്നെ ദോമനസം, മനസ്സിൽ ദ്വേഷമുണ്ടാകാം. അതേപോലെ തന്നെ പാപക അകുശല ധർമ്മങ്ങൾ നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കാം. ഇവിടെ പാപക അകുശല ധർമ്മങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരുപക്ഷെ രാഗമുണ്ടാകാം, അല്ലെങ്കിൽ ദ്വേഷമുണ്ടാകാം, അല്ലെങ്കിൽ മോഹമുണ്ടാകാം. ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകാം. ഈ കാരണങ്ങൾ കൊണ്ടാണ് ചക്ഷു എന്ന ഇന്ദ്രിയത്തെ സംവരണം ചെയ്യണം, നിയന്ത്രിക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ ചക്ഷു എന്ന ഇന്ദ്രിയത്തെ നമ്മൾ സംരക്ഷിക്കണം, എന്നിട്ട് അതിൻ്റെ നിയന്ത്രണം നമ്മൾ നേടണം. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളിലും. അതായത് നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്, മനസ്സ് എന്ന 6ാമത്തെ ഇന്ദ്രിയവുമുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഇതേപോലെ തന്നെ ചെയ്യേണ്ടത്. അവർ കാതുകൊണ്ട് ഒരു ശബ്ദം കേൾക്കുന്ന സമയത്ത്, മൂക്ക് കൊണ്ട് ഒരു ഗന്ധം മണക്കുന്ന സമയത്ത്, നാവ് കൊണ്ട് ഒരു രസം സ്പർശിക്കുന്ന സമയത്ത്, ശരീരം കൊണ്ട് ഒരു സ്പർശത്തെ അനുഭവിക്കുന്ന സമയത്ത്, മനസ്സിൽ ഒരു ധർമ്മം ഉണ്ടാകുന്ന സമയത്ത്, മനസാധമ്മം വിജ്ഞായ ന നിമിത്ത ഗാഹി ഹോതി നാനുഭഞ്ജന ഗാഹി. അതായത് മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാകുന്ന സമയത്ത്, അതാണ് മനസ്സിൻ്റെ ധർമ്മം. അതുണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ നിമിത്തത്തിൽ, അല്ലെങ്കിൽ ആ ചിന്തയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അതിൻ്റെ വിശദാംശങ്ങളെപ്പറ്റി നമ്മൾ ഓർക്കുന്നില്ല. നമ്മൾ മനസ്സ് എന്ന ഇന്ദ്രിയത്തെ നമ്മൾ നിയന്ത്രിക്കാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അഭിജ്ഞ ദൗമനസം, അതേപോലെ തന്നെ പാപക അകുശല ധർമ്മങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നുകൂടും. അതുകൊണ്ടാണ് മനസ്സ് എന്ന ഇന്ദ്രിയത്തെ നിയന്ത്രിക്കാൻ പറയുന്നത്, അതിനെ സംരക്ഷിക്കാൻ പറയുന്നത്, എന്നിട്ട് അതിനെ സംവരം ചെയ്ത് നിയന്ത്രിച്ച് ജീവിക്കാൻ പറയുന്നത്. ഏവം ഖോ മഹാനാമ അരിയ സാവകോ ഇന്ദ്രിയേസു ഗുപ്തദ്വാരോ ഹോതി. മഹാനാമ, ഇപ്രകാരമാണ് ഒരു ആര്യശ്രാവകൻ ഇന്ദ്രിയങ്ങളെ സംവരണം ചെയ്യുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത്. ഇന്ന് പല ധ്യാനം ചെയ്യുന്ന വ്യക്തികൾക്കും ഉള്ള ഒരു പ്രശ്നം ഇതാണ്. അവർ 1 മണിക്കൂറോ 2 മണിക്കൂറോ അവർ ധ്യാനം ചെയ്യും. അതിനുശേഷം അവർ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകിയിരിക്കും. അതായത് കണ്ണിനെയോ കാതിനെയോ മൂക്കിനെയോ ഒന്നും തന്നെ നിയന്ത്രിക്കില്ല. സിനിമകൾ കാണും, അതേപോലെ തന്നെ മ്യൂസിക് കേൾക്കും. ഇങ്ങനെയെല്ലാം ചെയ്യുകയാണെങ്കിൽ അവിടെ ഇന്ദ്രിയ സംവരണം ഇല്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പാപക അകുശല ധർമ്മങ്ങൾ വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്രകാരമാണ് ഒരു ആര്യശ്രാവകൻ തൻ്റെ ഇന്ദ്രിയ സംവരം അഭ്യസിക്കുന്നത്. ഇന്ദ്രിയേസു ഗുപ്തദ്വാരോ ഹോതി. കഥഞ്ച മഹാനാമ ആര്യസാവകോ ഭോജനേ മത്തന്യോ ഹോതി. മഹാനാമ, എപ്രകാരമാണ് ഒരു ആര്യശ്രാവകൻ ഭക്ഷണത്തിൻ്റെ അളവറിഞ്ഞ് ഭക്ഷിക്കുന്നത്? ഇത് മഹാനാമ ആര്യസാവകോ പടിസംഖായോനീസോ ആഹാരം ആഹാരേതി. മഹാനാമ, ഒരു ആര്യശ്രാവകൻ മനസ്സിൽ ഈ തരത്തിൽ വിശ്ലേഷണം ചെയ്തുകൊണ്ടാണ് ആഹാരം ഭക്ഷിക്കുന്നത്. ഞാൻ രസത്തിന് വേണ്ടിയല്ല ഭക്ഷണം കഴിക്കുന്നത്, അത് ആസ്വദിക്കാൻ വേണ്ടിയല്ല ഭക്ഷണം കഴിക്കുന്നത്. ശരീരത്തെ സുന്ദരമാക്കാനോ ശരീരത്തെ തടിപ്പിക്കാനോ അല്ല ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത്. ശരീരത്തെ മോടി പിടിപ്പിക്കാനല്ല ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത്.
എന്നാൽ ഈ ശരീരം ധാരണം ചെയ്യുന്നതിന് വേണ്ടി, നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. ശരീരത്തിന് അനർത്ഥം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. ബ്രഹ്മചര്യ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. ഇതുമൂലം ഞാൻ പഴയ വേദനകൾക്ക് അറുതി വരുത്തും. പുതിയ വേദനകൾ ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ നിന്ദയില്ലാതെ ഞാൻ വളരെ സുഖമായിട്ട് കഴിയും. എൻ്റെ യാത്ര നിന്ദയില്ലാതെ ആയിരിക്കും, അതേപോലെ തന്നെ സുഖമായിരിക്കും. അതായത് എൻ്റെ ജീവിതം ആരും നിന്ദിക്കാതെ സുഖമായിട്ടായിരിക്കും ഞാൻ കഴിയുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഭക്ഷണത്തെ കഴിക്കുന്നത് രസത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൽ ആസക്തരായതുകൊണ്ടോ അല്ലെങ്കിൽ ശരീരത്തിനെ തടിപ്പിക്കാനോ മോടി ഉടിപ്പിക്കാനോ ഒന്നും തന്നെയല്ല. എൻ്റെ ശരീരത്തെ ധാരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പഴയ വേദനകൾ ഇല്ലാതാക്കുന്നത് എന്നതിനർത്ഥം വിശപ്പ് എന്ന് പറയുന്ന ആ ഒരു ധർമ്മം, അത് ഒരു വേദനയാണ്. അതിനെ നമ്മൾ ഇല്ലാതാക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് സമാധാനമായിട്ട് ധ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പുതിയ വേദനകൾ ഉണ്ടാകരുത് എന്ന് പറയുന്നത്, നമ്മൾ വിശന്നിരുന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള പുതിയ വേദനകളും നമ്മൾക്ക് ഉണ്ടാകും. അതിനാൽ ഈ രീതിയിൽ ഞാൻ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതം ആരും എന്നെ നിന്ദിക്കില്ല. ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. മഹാനാമ ഇപ്രകാരമാണ് ഒരു ആര്യശ്രാവകൻ മാത്രയ്ക്കനുസരിച്ച് ഭോജനം കഴിക്കുന്നത്. ഭഗവാൻ ദിവസവും ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അതിനെപ്പറ്റി അദ്ദേഹം വളരെയധികം പ്രശംസിക്കാറുണ്ട്. ഒരു നേരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് സുഖം കിട്ടും, ബലം കിട്ടും, രോഗങ്ങൾ ഉണ്ടാകില്ല, ശരീരത്തിന് നല്ല ലഘുത്വം ഉണ്ടാകും, സുഖമായിട്ടുള്ള ജീവിതമായിരിക്കും ഉണ്ടാവുക എന്ന് അദ്ദേഹം പറയാറുണ്ട്. കാരണം ഒരു ഭിക്ഷു ആണെങ്കിൽ ആ ഭിക്ഷുവിന് അധികം ശ്രമകരമായിട്ടുള്ള ജോലിയൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. അതിനാൽ ഉച്ചയ്ക്ക് മുൻപ് 12 മണിക്ക് മുൻപ് ഒരു നേരത്തെ ഭക്ഷണം അത് തന്നെ വളരെ ധാരാളമാണ്. ഒരു ഭിക്ഷുക്കളും രാത്രി ഭക്ഷണം കഴിക്കാറില്ല. അതുകൂടാതെ 12 മണിക്ക് ശേഷം അവർ ഒരിക്കലും ഭക്ഷണം കഴിക്കാറില്ല. ഇത് ഭിക്ഷുക്കളുടെ ഒരു നിയമത്തിൽ വരുന്നൊരു കാര്യമാണ്. ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന ഭിക്ഷുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ആരോഗ്യവാന്മാരാണ് അവർ. ഒരു നേരം മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ആലസ്യം ഉണ്ടാകില്ല. നമ്മുടെ ശരീരം വളരെ ഊർജ്ജസ്വലമായിട്ട് ഇരിക്കും. അതുകൂടാതെ നമ്മൾക്ക് ക്ഷീണം ഒട്ടും തന്നെ ഉണ്ടാവുകയില്ല. മഹാനാമ ഇപ്രകാരമാണ് ഒരു ഭിക്ഷു ഭക്ഷണത്തിൻ്റെ അളവ് അറിയുന്നത്. കഥഞ്ച മഹാനാമ അരിയ സാവകോ ജാഗരീയം അനിയുക്തോ ഹോതി. മഹാനാമ എപ്രകാരമാണ് ഒരു ആര്യശ്രാവകൻ ജാഗ്രത അഭ്യസിക്കുന്നത്? ജാഗ്രത എന്ന് പറയുന്ന സമയത്ത് എല്ലാ സമയത്തും നമ്മുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത്, എന്തെങ്കിലും നീവരണങ്ങളുണ്ടോ എന്നതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മനസ്സിൽ ജാഗ്രത പുലർത്തുന്നത്. അത് എങ്ങനെയാണ് ജാഗ്രത പാലിക്കേണ്ടതെന്ന് അടുത്ത വരികൾ പറയുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട വരികളാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് മഹാനാമ അരിയ സാവകോ ദിവസം ചങ്കമേണ നിസജ്ജായ ആവരണീയേഹി ധമ്മേഹി ചിത്തം പരിശോധേതി. മഹാനാമ ഒരു ആര്യശ്രാവകൻ ദിനസമയത്ത്, അതായത് പകൽ സമയത്ത് മുഴുവനും, അതായത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയം ചങ്കമേന നടന്നുകൊണ്ട്, നിസജ്ജായ ഇരുന്നുകൊണ്ട്, ആവരണീയേഹി ധമ്മേഹി ചിത്തം പരിശോധേതി, അതായത് നമ്മുടെ മനസ്സിനെ ആവരണ ധർമ്മങ്ങളിൽ നിന്ന് ചിത്തത്തെ പരിശുദ്ധമാക്കും. എന്താണ് ഈ ആവരണം? നമ്മൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട് 5 നീവരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 5 ശത്രുക്കൾ എന്ന് പറയുന്നത്. ഒന്ന് കാമചന്തം, അതായത് ഇഷ്ടമുള്ള ചിന്തകൾ വന്നു. വ്യാപാദം, ഇഷ്ടമില്ലാത്ത ചിന്തകൾ വന്നു. തീനമിത്ത, ശരീരത്തിനും മനസ്സിനും ആലസ്യം വന്നു. ഉദ്ദച്ച കുക്കുച്ച, ഇരിക്കപ്പുറതിയില്ലായ്മ വന്നു. അതേപോലെ തന്നെ വിജികിച്ച, സംശയം വന്നു. അപ്പോൾ ഈ 5 കാര്യത്തിൽ നിന്നും ചിത്തത്തെ നമ്മൾ വിമുക്തമാക്കണം. അതായത് ഇഷ്ടമുള്ള ചിന്തകൾ വരുന്ന സമയത്ത് ഉടൻ തന്നെ നമ്മളതിനെ ഇല്ലാതാക്കണം. അതേപോലെ തന്നെ അനിഷ്ടമായിട്ടുള്ള ചിന്തകൾ വരുന്ന സമയത്തും നമ്മളതിനെ ഇല്ലാതാക്കണം. അതെങ്ങനെയാണ് ഇല്ലാണ്ടാക്കേണ്ടത്? ഏറ്റവും ഉത്തമമായിട്ടുള്ള വഴി ബന്ദേ വിമലാരംസി പറഞ്ഞിട്ടുള്ള 6R തന്നെയാണ്. അതായത് നമ്മൾ അതിനെ ഉപേക്ഷിക്കണം. ഒരു കാരണവശാലും അതിനെ ഉള്ളിൽ വെച്ചിരുത്തരുത്, നമ്മളതിനെ ശ്രദ്ധിക്കരുത്. നമ്മൾ അതിനെ കണ്ട ഉടനെ തന്നെ അതിനെ ഉപേക്ഷിച്ച് അതിന് ഓപ്പോസിറ്റായിട്ടുള്ള നല്ല കാര്യത്തെ അവിടെ കൊണ്ടുവരണം. ഇത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതില്ലെങ്കിൽ നമ്മൾ ഒട്ടും തന്നെ പ്രോഗ്രസ് ചെയ്യില്ല. നമ്മൾ അതിനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഉള്ളിൽ തന്നെ കിടക്കും. അപ്പോൾ അത് സമ്മർദ്ദനം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ ഒരിക്കലും കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകില്ല. അപ്പോൾ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഇരുന്നിട്ടും നടന്നിട്ടും ധ്യാനിക്കണം എന്ന് പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് മിക്ക ആൾക്കാരും ഇരുന്നിട്ട് തന്നെയാണ് ധ്യാനിക്കുന്നത്. ഇത് വളരെ തെറ്റായിട്ടുള്ളൊരു രീതിയാണ്. ഈ രീതിയിൽ അഭ്യസിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ വ്യക്തി ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ വ്യക്തിക്ക് ധ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ. ആ വ്യക്തിക്ക് നടന്ന് ധ്യാനിക്കണമെന്ന് അറിയാം, പക്ഷേ ഒരിക്കലും അഭ്യസിച്ചിട്ടില്ല. അപ്പോൾ ആ വ്യക്തി നടക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ധ്യാനിക്കാൻ സാധിക്കില്ല. ഒരു ദിനത്തിൽ നമ്മൾ കുറച്ച് സമയം മാത്രമേ നമ്മൾക്ക് ഇരുന്ന് ധ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ
നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്, പല പ്രവൃത്തികളും ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ആ സമയത്ത് ധ്യാനം നമ്മുടെ ജീവിതത്തിൽ വരണം. അതായത് ജീവിതം തന്നെ ധ്യാനമാകണം, ധ്യാനം തന്നെ ജീവിതമാകണം എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നടന്നുകൊണ്ടുള്ള ധ്യാനം അഭ്യസിച്ചേ മതിയാവൂ. പലർക്കും ഇതറിയാം, പക്ഷെ അവർ ചെയ്യാറില്ല. ചെയ്യാത്തതുകൊണ്ട് അവർക്കതിൻ്റെ ഗുണവും കിട്ടാറില്ല. അതിനെന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ രണ്ട് കൈയും പിന്നിൽ കെട്ടിയതിന് ശേഷം കുറച്ച് ദൂരം നമ്മൾ അധികം വേഗത്തിലല്ലാതെയും അധികം പതുക്കെയല്ലാതെയും മധ്യമമായിട്ടുള്ള വേഗത്തിൽ നടക്കുക. ഓരോ ചലനത്തെയും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ശ്രദ്ധ നമ്മുടെ മനസ്സിൽ നീവരണമുണ്ടോ എന്നുള്ളതിനെ പറ്റി ആയിരിക്കണം. അതുകൂടാതെ നമ്മളുടെ ധ്യാനവസ്തുവിലും നമ്മുടെ മനസ്സുണ്ടാകണം. ഇനി അടുത്തത്, രത്തിയ പഥമം യാമം ചങ്കമേണേന നിസജ്ജായ ആവരണീയേഹി ധമ്മേഹി ചിത്തം പരിശോധേതി. അതായത് രാത്രിയുടെ ആദ്യത്തെ യാമത്തിൽ, അതായത് വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെയുള്ള സമയം, ആ സമയത്ത് ചങ്കമേണ അതായത് നടന്നുകൊണ്ട്, നിസജ്ജായ ഇരുന്നുകൊണ്ട്, ആവരണീയ ധമ്മേഹി ചിത്തം പരിശോധേതി നമ്മുടെ ചിത്തത്തെ നമ്മൾ ആ നീവരണങ്ങളിൽ നിന്ന് ശുദ്ധമാക്കണം. അതായത് രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി വരെ അവർ ഇരുന്നിട്ടും നടന്നിട്ടും ധ്യാനിച്ചു. വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെ അതേപോലെ തന്നെ അവർ ഇരുന്നിട്ടും നടന്നിട്ടും ധ്യാനിച്ചു. അടുത്തത്, രത്തിയ മധ്യമം യാമം ദക്ഷിണേന പസ്സേന സിംഹസയ്യം കപ്പേതി പാദേ പാദം അച്ഛാദായ സതോ സമ്പജന്യോ ഉത്ഥാനസന്യം മനസീകരിത്വ. ഇനി രാത്രിയുടെ മധ്യമയാമത്തിൽ, അതായത് രാത്രി 10 മണി മുതൽ 2 മണി വരെയുള്ള സമയം നമ്മൾ വലതുവശം ചരിഞ്ഞ് സിംഹസയ്യ എന്ന ആസനത്തിൽ നമ്മൾ കിടക്കണം. അതായത് സിംഹാസനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സിംഹാസനത്തിൽ കിടക്കണം. വലതുവശം ചരിഞ്ഞ് കിടക്കുക. ഒരു വലതു കാലിൻ്റെ മുകളിൽ ഇടത് കാൽ കയറ്റി വയ്ക്കുക. എന്നിട്ട് സതീ സമ്പജന്യത്തോടുകൂടി, സതിയും സമ്പജന്യം, ആ സമയത്ത് ജാഗ്രത ഉണ്ടാകണം. സമ്പജാനം പ്രജ്ഞാപൂർവം അറിഞ്ഞുകൊണ്ടിരിക്കണം. ഉത്ഥാന സന്യം മനസീകരിത്വ, ഏത് സമയത്ത് എഴുന്നേൽക്കണം എന്നുള്ള ആ സംഖ്യ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് നമ്മൾ കിടക്കണം. ഈ ഒരു കിടപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ കിടക്കുകയാണെങ്കിൽ മിക്കവാറും നമ്മൾക്ക് അധികം ഉറക്കം വരില്ല. അതുകൂടാതെ നമ്മുടെ മനസ്സ് വളരെ ജാഗ്രത ഉള്ളതായിരിക്കും. ഇതാണ് എൻ്റെ ഒരു അനുഭവം. പക്ഷേ ഇപ്പോഴും ആ ഭിക്ഷു സതീ സമ്പജന്യം വിട്ടിട്ടില്ല. ഈ സമയത്തും രാത്രി കിടക്കുന്ന സമയത്ത് ഉറങ്ങുകയല്ല, സതീ സമ്പജന്യത്തോടു കൂടിയാണ് കിടക്കുന്നത്. പക്ഷേ സാധാരണ വ്യക്തികൾക്ക് ഇത് സാധ്യമല്ല. ഉറക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങണം. ഉറക്കം വരുന്ന സമയത്ത് നമ്മൾ അതിനെ ബലമായിട്ട് തടഞ്ഞു നിർത്തുന്നത് ഒരുപക്ഷെ ഒരുപാട് രോഗത്തിന് കാരണമായേക്കാം. ഈ കാര്യം നമ്മൾ ആലോചിക്കണം. പക്ഷേ ഒരു ഭിക്ഷുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് അധികം ഉറക്കമുണ്ടാവില്ല. അതായത് നമ്മുടെ സതീ സമ്പജന്യം എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമ്മുടെ ഉറക്കം കമ്മിയാകും. കാരണം ഉറക്കം വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ മോഹത്തിൻ്റെ സംസ്കാരമാണ്. ആ സംസ്കാരം ഇല്ലാതാവുന്ന സമയത്താണ് നമ്മൾ എല്ലാ സമയത്തും ഉണർന്നിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾക്കുണ്ടാകുന്നത്. അപ്പോൾ ആധ്യാത്മിക പാതയിൽ ഒരുപാട് നമ്മൾ മുന്നേറിക്കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം പരിപൂർണമായിട്ടും നഷ്ടമാകുകയും നമ്മൾ എല്ലാ സമയത്തും വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒരവസ്ഥ നമ്മൾക്ക് ഉണ്ടാകുകയും ചെയ്യും. ഇനി അടുത്തത്, രത്തിയ പശ്ചിമം യാമം പച്ചുട്ടായ ചങ്കമേന നിസജ്ജായ ആവരണീയേഹി ധമ്മേഹി ചിത്തം പരിശോധേതി. രാത്രിയുടെ അന്ത്യയാമത്ത് നമ്മൾ ഉണർന്നുകൊണ്ട്, അതായത് രാവിലെ 2 മണിക്ക്, പുലർച്ചെ 2 മണിക്ക് ഉണർന്നുകൊണ്ട് വീണ്ടും ചങ്കമേണ നിസജ്ജായ, വീണ്ടും നടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും ചിത്തത്തെ ആവരണങ്ങളിൽ നിന്ന് വിമുക്തമാക്കാൻ യത്നിക്കണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 5 നീവരണങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി അതിന് പരിശ്രമിക്കണം എന്നാണ് പറയുന്നത്. പലരും പറയാറുണ്ട്, നിങ്ങൾ ദിവസത്തിൽ 1 മണിക്കൂർ മാത്രമേ ധ്യാനിക്കാവൂ, 2 മണിക്കൂർ മാത്രമേ ധ്യാനിക്കാവൂ എന്ന് പറയാറുണ്ട്. പക്ഷേ ഭഗവാൻ പറയുന്നത് നിങ്ങൾ രാവും പകലും ഒരേപോലെ ധ്യാനിക്കണം എന്നാണ് പറയുന്നത്. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നമ്മൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നിങ്ങൾ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് അതിനെ തിളപ്പിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ കുറച്ച് സമയം തീ കൊടുത്തു, പിന്നെ തീ കെടുത്തി, പിന്നെയും തീ കൊടുത്തു, പിന്നെ തീ കെടുത്തി, അങ്ങനെയാണെങ്കിൽ ആ വെള്ളം ഒരിക്കലും തിളയ്ക്കില്ല. തുടർച്ചയായിട്ട് നമ്മൾ തീ കൊടുക്കുന്ന സമയത്ത് മാത്രമേ ആ വെള്ളം തിളയ്ക്കുകയുള്ളൂ. അതേപോലെ തന്നെ തുടർച്ചയായിട്ട് നമ്മൾ ഈ രീതിയിൽ ആവരണങ്ങളെ വിമുക്തമാക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് നമ്മൾക്ക് മുക്തി വളരെ വേഗത്തിൽ ഉണ്ടാകുന്നത്. ഇവിടെ ഭഗവാൻ നടന്നുകൊണ്ടുള്ള ധ്യാനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതേപോലെ തന്നെ ഇരുന്നുകൊണ്ടുള്ള ധ്യാനത്തിനും വളരെ പ്രാധാന്യമുണ്ട്. ചില ഭിക്ഷുക്കൾ നോക്കുന്ന സമയത്ത് അവർ നടന്നുകൊണ്ട് മാത്രമേ ധ്യാനിക്കുകയുള്ളൂ, അത് തെറ്റാണ്. ചില ഭിക്ഷുക്കൾ നോക്കുകയാണെങ്കിൽ അവർ ഇരുന്നു കൊണ്ട് മാത്രമേ ധ്യാനിക്കുള്ളൂ, അതും തെറ്റാണ്. നമ്മൾ 2 രീതിയിലും ധ്യാനിക്കണം. ഇരുന്നു കൊണ്ടും ധ്യാനിക്കണം, അതേപോലെ തന്നെ നടന്നുകൊണ്ടും ധ്യാനിക്കണം.
അതുകൊണ്ടാണ് ബർമയിലും അതേപോലത്തുള്ള ബാക്കിയുള്ള രാജ്യങ്ങളിലും 1 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ അവർ 1 മണിക്കൂർ നടന്നുകൊണ്ടാണ് ധ്യാനിക്കുക. ഇത് ധ്യാനം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരാൻ വളരെ അത്യാവശ്യമാണ്. ഏവം ഖോ മഹാനാമ അരിയ സാവകോ ജാഗരീയം അനിയുക്തോ ഹോതി. മഹാനാമ, ഇപ്രകാരമാണ് ഒരു ആര്യശ്രാവകൻ ജാഗരൂകൻ ആയിട്ട് വിഹരിക്കുന്നത്. ഇനി അടുത്ത കാര്യം, കഥഞ്ച മഹാനാമ അരിയ സാവകോ സത്താഹി സദ്ധമ്മേഹി സമന്യാഗതോ ഹോതി. മഹാനാമ, എപ്രകാരമാണ് ഒരു ആര്യശ്രാവകൻ 7 ധർമ്മങ്ങൾ, സദ്ധർമ്മങ്ങൾ അവൻ്റെ ഒപ്പം വെച്ച് പുലർത്തുന്നത്? അതായത് ഈ 7 നല്ല ധർമ്മങ്ങൾ ഒരു ഭിക്ഷുവിന് ഉണ്ടായിരിക്കണം, അതിനെ ആ ഭിക്ഷു കൈവശം വെക്കണം എന്നാണ് പറയുന്നത്. ഇത് മഹാനാമ ആര്യ സാവകോ സദ്ധോ ഹോതി സദ്ധഹതി തഥാഗതസ്സ ബോധിം. മഹാനാമ, ഒരു ആര്യശ്രാവകന് ശ്രദ്ധ, അതായത് മലയാളത്തിൽ ശ്രദ്ധ ഉണ്ടായിരിക്കണം. എന്തിനോടാണ് ശ്രദ്ധ? തഥാഗതൻ്റെ ബോധി അല്ലെങ്കിൽ തഥാഗതന് കിട്ടിയ അറിവിനോട് നമ്മൾക്ക് ശ്രദ്ധയുണ്ടാകണം. ഇതിപിസോ ഭഗവ അർഹം സമ്മാ സംബുദ്ധോ വിദ്യാചരണ സമ്പന്നോ സുഗതോ ലോകവിദു അനുത്തരോ പുരുഷധമ്മ സാരഥി സത്താദേവ മനുസാനം ബുദ്ധോ ഭഗവാതി. ഈ രീതിയിലുള്ള ശ്രദ്ധയാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. ആ ഭഗവാൻ അർഹന്തനാണ്, സ്വയം സമ്പുദ്ധനായിട്ടുള്ള വ്യക്തിയാണ്, വിദ്യയിലും അതേപോലെ തന്നെ ആചരണത്തിലും സമ്പന്നനാണ്. വിദ്യ എന്ന് പറയുമ്പോൾ അറിവ്, ആചരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തി, അത് രണ്ടിലും സമ്പന്നനാണ്. പരിശുദ്ധനായിട്ടുള്ള വ്യക്തിയാണ്, അതേപോലെ തന്നെ ലോകത്തെ എല്ലാം അറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ധർമ്മം അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമനായിട്ടുള്ള ഒരു ധർമ്മം അഭ്യസിപ്പിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ സാരഥിയാണ്. ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും ശാസ്താവാണ്. അങ്ങനെയുള്ള ഭഗവാൻ ബുദ്ധനാണ്, ഭഗവാനാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഭിക്ഷുവിനുണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് ശ്രദ്ധ എന്നാണ്. ഒരു സാധാരണ സാധകനും ഇത് വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് ശ്രദ്ധ ഉണ്ടാകണം എന്ന് പറയുന്നത്? ശ്രദ്ധ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മലയാളത്തിൽ അതിൻ്റെ പരിഭാഷ എന്ന് പറയുന്നത് വിശ്വാസം, ആ അർത്ഥത്തിൽ നമ്മൾക്ക് എടുക്കാം. നമ്മൾക്ക് സാധനയിൽ നമ്മൾ മുന്നേറാൻ നമ്മൾക്ക് 5 ബലങ്ങൾ അല്ലെങ്കിൽ 5 ഇന്ദ്രിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം നിൽക്കുന്ന കാര്യമാണ് ഈ ശ്രദ്ധ. നമ്മൾക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ധർമ്മത്തെപ്പറ്റി നമ്മൾ കേൾക്കാൻ ശ്രമിക്കുകയുള്ളൂ, പിന്നീട് അതിനെ ജീവിതത്തിൽ പകർത്താനും അതേപോലെ തന്നെ അഭ്യസിക്കാനും ശ്രമിക്കുകയുള്ളൂ. ശ്രദ്ധ തന്നെ ഇല്ല എങ്കിൽ നമ്മൾ ഇതിനൊന്നും ശ്രമിക്കില്ല, പിന്നെ നമുക്ക് മുക്തി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, മുക്തിയിൽ നിന്ന് വളരെ ദൂരെയാണ്. അപ്പോൾ മുക്തിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി ആദ്യമായിട്ട് ശ്രദ്ധ ഉണ്ടാക്കണം, അതായത് ഭഗവാന്റെ ബോധിയിൽ ശ്രദ്ധിക്കണം, അതായത് അദ്ദേഹത്തിൻ്റെ അറിവിൽ ആ വിശ്വാസം ഉണ്ടാകണം. കാരണം ഇത്രയധികം സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് ഭഗവാൻ എന്നുള്ള ആ ഒരു ശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഭഗവാന്റെ ഉപദേശങ്ങൾ നമ്മൾ കേൾക്കുകയുള്ളൂ. കേട്ടുകഴിഞ്ഞാൽ മാത്രമേ അവ പാലിക്കാൻ ശ്രമിക്കുകയുള്ളൂ. അതിനാൽ ഈ ഉപദേശങ്ങൾ കേൾക്കുന്ന, ഈ സൂത്രങ്ങൾ കേൾക്കുന്ന എല്ലാവരിലും ശ്രദ്ധ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഉപദേശങ്ങളെ അല്ലെങ്കിൽ ഈ സൂത്രങ്ങളെ നിങ്ങൾ കേൾക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു ഭിക്ഷുവിനുണ്ടാകുന്ന സദ്ധർമ്മം എന്ന് പറയുന്നത് ഹിരിമാഹോതി, അതായത് ലജ്ജ ഉണ്ടാകണം. എന്തിലാണ് ലജ്ജ? ഹിരിയതി കായദുച്ഛരിതേന വചീദുച്ഛരിതേന മനോദുച്ഛരിതേന ഹിരിയതി പാപഗാനം അകുശലാനം ധമ്മാനം സമാപത്തിയ. നമ്മൾക്ക് ലജ്ജ ഉണ്ടാകണം. എന്തിനു വേണ്ടിയിട്ട്? കായദുച്ഛരിതം, അതായത് ശരീരം കൊണ്ടുള്ള ഒരു തെറ്റായ പ്രവൃത്തികളും നമ്മൾ ചെയ്യാൻ പാടില്ല. അതായത് കൊല്ലാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അതുകൂടാതെ ശരീരം കൊണ്ടുള്ള അന്യ ചീത്ത പ്രവൃത്തികളും നമ്മൾ ചെയ്യാൻ പാടില്ല. അതിൽ നമ്മൾക്ക് ലജ്ജയുണ്ടാകണം. അതാണ് കായദുച്ഛരിത. അടുത്തത് വചീദുച്ഛരിത, അതായത് നമ്മൾ നമ്മുടെ വാക്കുകൊണ്ട് ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നുണ പറയാൻ പാടില്ല, കടുവചനം പറയാൻ പാടില്ല, ഏഷണി പറയാൻ പാടില്ല, വൃഥാ സംഭാഷണം നടത്താൻ പാടില്ല. അതേപോലെ തന്നെ അന്യ പ്രവൃത്തികളൊന്നും, തെറ്റായിട്ടുള്ള പ്രവൃത്തികളൊന്നും നമ്മൾ ചെയ്യരുത്. അതിൽ നമ്മൾ ലജ്ജയുണ്ടാകണം. അതേപോലെ തന്നെ മനോദുച്ഛരിതേന, നമ്മൾ മനസ്സിൽ ഒരു തരത്തിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിചാരിക്കരുത്. മറ്റുള്ളവരെ ദ്രോഹിക്കണം എന്നുള്ള ചിന്ത, അതേപോലെ തന്നെ രാഗം, എന്തെങ്കിലും ആസക്തി, മോഹം തുടങ്ങിയ ചിന്തകളെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. അതിനോട് നമുക്ക് ലജ്ജയുണ്ടാകണം. അതുകൂടാതെ ഏതൊരു പാപകങ്ങളായിട്ടുള്ള അകുശലങ്ങളായിട്ടുള്ള ധർമ്മങ്ങളെയും ചെയ്യുന്നതിൽ നമ്മൾക്ക് ലജ്ജയുണ്ടാകണം. അതായത് ആ രീതിയിലുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. ധമ്മവിനയത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യരുത്. അതിന് നമ്മൾക്ക് ലജ്ജയുണ്ടാകണം. ഒത്തപ്പി ഹോതി ഒത്തപ്പതി കായദുച്ഛരിതേന വചീദുച്ഛരിതേന മനോദുച്ഛരിതേന. ഒരു ഭിക്ഷുവിന് ഒത്തപ്പ അല്ലെങ്കിൽ ഭയമുണ്ടാകണം. എന്തിനു പറ്റിയിട്ടുള്ള ഭയം? ശരീരം കൊണ്ടുള്ള ദുഷ്കർമ്മത്തെപ്പറ്റി ഭയക്കണം,
വാണി കൊണ്ടുള്ള ദുഷ്കർമ്മത്തെപ്പറ്റി ഭയക്കണം, മനസ്സുകൊണ്ടുള്ള ദുഷ്കർമ്മത്തെപ്പറ്റി ഭയക്കണം. അതേപോലെ തന്നെ പാപകങ്ങൾ, അകുശലങ്ങളായിട്ടുള്ള ധർമ്മങ്ങൾ നമ്മുടെ അടുത്ത് വയ്ക്കുന്നതിൽ നമ്മൾ ഭയക്കണം. അതായത് നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കണം, നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് മുക്തി ലഭിക്കില്ല. ഇതിനുശേഷം ഈ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് നമ്മൾ മരണശേഷം നരകത്തിൽ പോയിട്ട് ജനിക്കും എന്നുള്ള ആ രീതിയിലുള്ള ഭയം നമ്മൾക്ക് ഉണ്ടാകണം. ഇനി അടുത്ത ഗുണം ബഹുസുതോ ഹോതി സുതധാരോ സുതസ്സ നിശ്ചയോ. അതായത് അവർ നല്ല പോലെ കേട്ടിരിക്കണം, ധർമ്മത്തെ കേട്ടിരിക്കണം, അതിനെ ഓർമ്മ വയ്ക്കണം, കേട്ട ധർമ്മത്തെ ഓർമ്മ വയ്ക്കണം. അല്ലെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരിക്കണം, പഠിച്ച കാര്യത്തെ അവർ ഓർത്തിരിക്കണം. എന്നിട്ട് ആ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ അവർ ധാരണ ചെയ്യണം, ഉള്ളിൽ നിലനിർത്തണം. ഈ ധർമ്മങ്ങൾ ആദി കല്യാണി, അതായത് തുടക്കത്തിൽ തന്നെ കല്യാണം തരുന്നതാണ്, മധ്യത്തിലും കല്യാണം തരുന്നതാണ്, ഒടുക്കത്തിലും കല്യാണം തരുന്നതാണ്. അതായത് നമ്മൾ ശീലം പാലിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ നമ്മൾക്ക് സുഖമുണ്ടാകുന്നു. സമാധി അഭ്യസിക്കുകയാണെങ്കിൽ ഇടയ്ക്കുള്ള നമ്മൾക്ക് ഗുണം കിട്ടുന്നു. അതേപോലെ തന്നെ പ്രജ്ഞ ഉണ്ടാവുകയാണെങ്കിൽ അവസാനവും നമ്മൾക്ക് ഗുണം കിട്ടുന്നു. ഈ ധമ്മം അർത്ഥവത്താണ്, ശരിയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ധർമ്മം കേവലം പരിപൂർണമാണ്, കേവലം പരിശുദ്ധമാണ്. ആ രീതിയിലുള്ള ബ്രഹ്മചര്യം അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതമാണ് തഥാഗതനാൽ പ്രകാശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ആ ധർമ്മങ്ങളെ ഒരു ഭിക്ഷു നല്ലപോലെ കേൾക്കണം, അല്ലെങ്കിൽ പഠിക്കണം, എന്നിട്ട് അതിനെ ഓർത്തിരിക്കണം, അതിനെ വീണ്ടും ചൊല്ലിക്കൊണ്ട് ഉള്ളിൽ ദൃഢമാക്കണം, മനസ്സുകൊണ്ട് അതിനെ പരിശോധിക്കണം, എന്നിട്ട് ദർശനത്താൽ അതിനെ പരിപൂർണമാക്കണം. ആരദ്ധവീര്യോ വിഹരതി, അതായത് അവർ വളരെ വീര്യത്തോടുകൂടി വിഹരിക്കുന്നു. വീര്യം എന്ന് പറയുന്ന സമയത്ത് പരിശ്രമം. എന്തിനാണ് അവർ പരിശ്രമിക്കുന്നത്? അകുശലാനം ധമ്മാനം പഹായ കുശലാനം ധമ്മാനം ഉപസമ്പദായ. അതായത് അകുശലധർമ്മങ്ങളെ ഉപേക്ഷിക്കാനായിട്ട്, കുശലധർമ്മങ്ങളെ സമ്പാദിക്കാനായിട്ട്, കുശലധർമ്മങ്ങൾ നേടുന്നതിന് അവർ ഒട്ടും തന്നെ വീഴ്ച വരുത്തരുത്. വളരെ ശക്തിയോടുകൂടി പരിശ്രമത്തോടുകൂടി അവർ അതിന് പ്രയത്നിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ അകുശലധർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപധർമ്മങ്ങൾ അല്ലെങ്കിൽ രാഗദ്വേഷത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ധർമ്മങ്ങൾ എന്ന് പറയാം. അതേപോലെ തന്നെ കുശലധർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ പുണ്യധർമ്മങ്ങൾ, അതായത് രാഗമില്ലാത്ത ദ്വേഷമില്ലാത്ത ധർമ്മങ്ങൾ, അതിനെ ഉപേക്ഷിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് അത്തരം ധർമ്മങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഉടൻ തന്നെ അതിനെ ഉപേക്ഷിക്കണം. അപ്പോൾ ബന്ദേ വിമലാരം സിയുടെ 6R എന്ന് പറയുന്ന അഭ്യാസം വളരെ പ്രാധാന്യമാണ്. അത് സൂത്രങ്ങളോട് യോജിക്കുന്നതാണ്. കാരണം അതിലൊരു സ്റ്റെപ്പുണ്ട്, റിലീസ് എന്ന് പറയുന്ന സ്റ്റെപ്പ്. അതായത് ഇത്തരത്തിലുള്ള അകുശലങ്ങളായിട്ടുള്ള രാഗമുള്ള ദ്വേഷമുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അതിനെ ഉപേക്ഷിക്കണം. അതിനെ നമ്മൾ ഒരിക്കലും വെച്ചിരുത്തരുത്. വെച്ചിരുത്തി അതിനെ നോക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വർദ്ധിക്കും എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പഹായ, അതിനെ ഉപേക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അതിനെ ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, അതിന് വിപരീതമായിട്ടുള്ള നല്ല കാര്യത്തെ അവിടെ വയ്ക്കുകയും വേണം. അപ്പോഴാണ് നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ സമ്മാവായാമോ, ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ പരിശ്രമിക്കുകയുള്ളൂ. സാധാരണ രീതിയിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ ഇത്തരം ഏതെങ്കിലും അകുശല ചിന്ത നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് കാണുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അതിനെ ഉപേക്ഷിച്ച് നേരെ നമ്മൾ വീണ്ടും നമ്മുടെ ധ്യാന വസ്തുവിലേക്ക് തിരിച്ചു വരും. അത് തെറ്റായിട്ടുള്ള ശ്രമമാണ്. കാരണം അവിടെ അതിന് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കാര്യം നമ്മൾ വെക്കേണ്ടതുണ്ട്. എങ്കിലേ സമ്മാവായാമത്തിൻ്റെ 4 കാര്യങ്ങളും പൂർത്തിയാകും. അടുത്തത് സതീമാ ഹോതി, അതായത് അവർ സതി ഉള്ളവരായിരിക്കും. സതി എന്ന് പറയുന്ന സമയത്ത് ഈ സമയത്തെ ജാഗരൂകത. സതിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് 4 സതിപഠാനമാണ്. അതായത് കായാനുപസന, വേദനാനുപസന, ചിത്താനുപസന, ധമ്മാനുപസന. അതായത് ശരീരത്തിലുണ്ടാകുന്ന അനുഭവങ്ങളെയും മനസ്സിനെയും മനസ്സിൻ്റെ ധർമ്മങ്ങളെയും നമ്മൾ സദാസമയത്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെയാണ് സതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ സതി അല്ലെങ്കിൽ ജാഗ്രത ഇത്ര ഉയർന്നതായിരിക്കണം, വളരെ മുൻപ് തന്നെ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഓർത്തെടുക്കാൻ സാധിക്കണം. അതായത് നമ്മുടെ ഓരോ പ്രവൃത്തിയും അതേപോലെ തന്നെ ഓരോ വാക്കും നമ്മൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്, വളരെ ജാഗ്രതയോടുകൂടി അതിനെ അറിയേണ്ടതാണ് എന്നതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അവസാനത്തത് പഞ്ഞാവാഹോതി, അവർ പ്രജ്ഞയുള്ളവരാണ്, വിവേകമുള്ളവരാണ്. ഉദയത്തഗാമിനീയ പഞ്ഞായ സമന്യാഗതോ, അതായത് ഇവിടെ ഉദയവേയത്തിനെ പറ്റിയുള്ള പ്രജ്ഞയാണ് അവരിലുണ്ടാകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രജ്ഞയെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് അനിത്യം, അതായത് അത് വന്നും പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അറിയേണ്ടത്. അങ്ങനെ അറിയുന്ന സമയത്ത് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ദുഃഖബോധവും അനാത്മബോധവും ഉണ്ടാകും. പക്ഷേ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഉദയവ്യയത്തിലാണ്. അതായത് ഏതൊരു കാര്യം വന്നു, അവിടെ നിന്നു, അതിനുശേഷം അത് പോയി, ഈ കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഉദയവ്യയം, അതായത് അനിത്യ സ്വഭാവം.
അതിൽ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഇവിടെ പ്രജ്ഞ എന്ന് പറയുന്നത്. അല്ലാതെയുള്ള പ്രജ്ഞ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നു, മനസ്സൊരു ഭാഗത്ത് അനിച്ച ദുഃഖ അനത്ത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷേ ഉള്ളിൽ അതിൻ്റെ ആസ്വാദനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഉദയബേയ ധമ്മം എന്ന് പറയുന്നത് ആര്യധർമ്മമാണ്. അത് നമ്മളെ നിർവ്വാണത്തിലേക്ക് നയിക്കും, അതേപോലെ തന്നെ ദുഃഖക്ഷയത്തിലേക്കും നയിക്കും. ഇതം ഖോ മഹാനാമ അരിയ സാവകോ സത്താഹി സദ്ധമ്മേഹി സമന്യാഗതോ ഹോതി. മഹാനാമ, ഇപ്രകാരമാണ് ഒരു ആര്യ ശ്രാവകന് 7 സദ്ധമ്മങ്ങൾ ഉണ്ടാകുന്നത്. മഹാനാമ, എങ്ങനെയാണ് ഒരു ആര്യ ശ്രാവകന് 4 ധ്യാനങ്ങൾ ഉണ്ടാകുന്നത്? അത് ചിത്തത്തിൻ്റെ ഉയർന്ന അവസ്ഥയാണ്. ഈ ജീവിതത്തിലെ സുഖകരമായിട്ടുള്ള ധ്യാനമാണ് ദിഠധമ്മ സുഖവിഹാരം. ആ ധ്യാനങ്ങളെ അവർ എപ്പോൾ ആഗ്രഹിച്ചു കഴിഞ്ഞാലും ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് നേടാൻ സാധിക്കും. വീണ്ടും ഇവിടെ പറയുന്നത് ധ്യാനങ്ങളെക്കുറിച്ചിട്ടാണ്. അതായത് ഭഗവാൻ ഇപ്പോഴും ധ്യാനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. വീണ്ടും ധ്യാനത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതിനാൽ ധ്യാനം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ധമ്മസുഖ ഏഷ്യ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബന്ദേ വിമലരാംസി പഠിപ്പിക്കുന്ന ധ്യാനങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇനി 4 ധ്യാനങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. മഹാനാമ, ഒരു ആര്യ ശ്രാവകൻ കാമങ്ങളില്ലാതെ അകുശലധർമ്മങ്ങളില്ലാതെ ആദ്യത്തെ ധ്യാനത്തിലെത്തിച്ചേരുന്നു, രണ്ടാമത്തെ ധ്യാനത്തിലെത്തിച്ചേരുന്നു, അവിടെ വിതർക്ക വിചാരം ഉണ്ടാകുകയില്ല. മൂന്നാമത്തെ ധ്യാനത്തിലെത്തിച്ചേർന്നു, അവിടെ ഭീതി ഉണ്ടാകുകയില്ല. 4ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു, അവിടെ സുഖവും ഇല്ലാതാകുന്നു. അവിടെ സുഖമോ ദുഃഖമോ ഉണ്ടാകുന്നതല്ല. അതുകൂടാതെ അവിടെ ഒരു ന്യൂട്രലായിട്ടുള്ള അദുഃഖമസുഖ സംവേദനയായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള 4ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേർന്നു. ഇപ്രകാരമാണ് ഒരു ആര്യശ്രാവകൻ ഈ ജീവിതത്തിൽ തന്നെ സുഖകരമായിട്ടുള്ള ധ്യാനങ്ങൾ, അത് ഉയർന്ന മനസ്സിൻ്റെ ധ്യാനങ്ങളാണ്. അത് അവർ എപ്പോൾ ആഗ്രഹിച്ചു കഴിഞ്ഞാലും അവർക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് ലഭിക്കുന്നു. അതായത് ഒരു ആര്യശ്രാവകൻ 4ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേർന്നു. ഈ ധ്യാനം എന്ന് പറയുന്ന അവസ്ഥ സാധാരണ മനുഷ്യരുടെ മനസ്സിന് തുല്യമായിട്ടുള്ളൊരു അവസ്ഥയല്ല. അതുകൊണ്ടാണ് ഉയർന്ന ചിത്തം എന്ന് പറയുന്നത്. അതായത് ഇത്തരം ധ്യാനം നേടിയ വ്യക്തികൾക്ക് അവരുടെ മനസ്സിൽ 5 നീവരണങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ടൊരു സൂപ്പർ ഹ്യൂമൻ സ്റ്റേറ്റാണ് ഈ ധ്യാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ധ്യാനം നേടിയ ഒരു വ്യക്തിയും അതേപോലെ തന്നെ നേടാത്ത ഒരു വ്യക്തിയും തമ്മിലുള്ള ചിന്തകൾക്ക് വളരെയധികം അന്തരം ഉണ്ടായിരിക്കും. മഹാനാമ, ഈ തരത്തിൽ ഒരു ആര്യശ്രാവകൻ ഇത്തരത്തിൽ ശീലസമ്പന്നനാകുന്ന സമയത്ത്, ഇന്ദ്രിയ സംവരം ചെയ്യുന്ന സമയത്ത്, ഭക്ഷണത്തിൻ്റെ അളവറിഞ്ഞ് ഭക്ഷിക്കുന്ന സമയത്ത്, ഇപ്രകാരത്തിലുള്ള ജാഗ്രത അഭ്യസിക്കുന്ന സമയത്ത്, അതായത് രാത്രിയും പകലും ജാഗ്രതയോടുകൂടി ചിത്തത്തിൻ്റെ നീവരണങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്ന സമയത്ത്, ഈ 7 സദ്ധമ്മങ്ങൾ കൂടെ വച്ചിരിക്കുന്ന സമയത്ത്, ഈ 4 ധ്യാനങ്ങൾ പ്രാപിക്കുന്ന സമയത്ത് അവരെയാണ് ഒരു ആര്യശ്രാവകൻ എന്ന് പറയുന്നത്. ആ വ്യക്തിയാണ് സേഖ എന്ന് പറയുന്നത്. അതായത് പഠിക്കുന്ന ഒരു വ്യക്തി. അവരുടെ മുട്ടകൾ എന്നത് കേടുവരാത്തതാണ്. അവർക്ക് അവരുടെ മുട്ടകളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും, സമ്പോധി നേടാൻ സാധിക്കും, എന്നിട്ട് അനുത്തരമായിട്ടുള്ള യോഗക്ഷേമത്തെ നേടാൻ അവർക്ക് സാധിക്കും. അതായത് ഏറ്റവും ഉയർന്ന അവസ്ഥ അവർക്ക് നേടാൻ സാധിക്കും. അതായത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് മുട്ടയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്താണ് ഈ മുട്ട? അവിദ്യയുടെ ആവരണത്തെയാണ് ഇവിടെ മുട്ട എന്ന രീതിയിൽ പറയുന്നത്. ഇനി അനുത്തരം യോഗക്ഷേമം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു വ്യക്തിക്ക് ലോകത്തിൽ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത് നിർവ്വാണം തന്നെയാണ്. ഒരു സൂത്രത്തിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു വ്യക്തിയെ 3 ലോകത്തിൻ്റെയും ചക്രവർത്തിയാക്കി. ആ വ്യക്തിയുടെ സന്തോഷത്തിന് ഒട്ടും തന്നെ അതിരുകളില്ല. അതേപോലെ തന്നെ ഒരു വ്യക്തി സ്വർഗത്തിൽ പോയി, ആ വ്യക്തിയുടെ സന്തോഷത്തിനും അതിരുകളില്ല. പക്ഷേ നിർവ്വാണം നേടിയ ഒരു വ്യക്തി ഇതിനേക്കാളും എത്രയോ ഉയർന്ന അവസ്ഥയിലാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഏത് നേടിയാൽ അതിനപ്പുറത്ത് ഒന്നും തന്നെ നേടാനില്ലയോ, അതാണ് നിർവ്വാണം അല്ലെങ്കിൽ മുക്തി, മോക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് അനുത്തരം യോഗക്ഷേമം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഉദാഹരണം പറയുകയാണ്. ഒരു പിടക്കോഴിയുണ്ട് എന്ന് കരുതുക. അതിന് 8, 10 അല്ലെങ്കിൽ 12 മുട്ടകളുണ്ട്. ആ പിടക്കോഴി അതിൻ്റെ പുറത്ത് ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് അതിനെ ചൂടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപക്ഷെ ആ പിടക്കോഴി ഒരിക്കലും ഇങ്ങനെ ആഗ്രഹിക്കില്ല, എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾ അതിൻ്റെ കൊക്കുകൊണ്ടും അതേപോലെ തന്നെ നഖങ്ങൾ കൊണ്ടും ആ മുട്ടയെ പിളർന്ന്
സുരക്ഷിതമായിട്ട് പുറത്തു വരണം എന്ന് ആ കോഴി ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ കൂടി ആ കോഴിക്കുഞ്ഞുങ്ങൾ തൻ്റെ കൊക്കുകൊണ്ടും അതേപോലെ തന്നെ നഖങ്ങൾ കൊണ്ടും ആ മുട്ടയെ പിളർന്ന് അത് പുറത്തേക്ക് വരും. സുരക്ഷിതമായിട്ട് അത് പുറത്തേക്ക് വരും. അതുപോലെ തന്നെ ഒരു ആര്യശ്രാവകൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അഭ്യസിക്കുകയാണെങ്കിൽ ആ ആര്യശ്രാവകൻ ഒരു ശേഖ അല്ലെങ്കിൽ അഭ്യസിക്കുന്ന ഒരു വ്യക്തിയാണ്. ആര്യധർമ്മത്തിൽ അഭ്യസിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ മുട്ടകൾ കേടുവരാത്തതാണ്. അവർ തീർച്ചയായിട്ടും അവർക്ക് ആ മുട്ടകളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. സംബോധി നേടാൻ സാധിക്കും. അനുത്തരം യോഗക്ഷേമമായിട്ടുള്ള നിർവ്വാണം അവർക്ക് നേടാൻ സാധിക്കും. അതായത് അതിന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അല്ലാതെ ബുദ്ധനെയോ ധർമ്മത്തെയോ സംഘത്തെയോ വെറും നമസ്കരിച്ച് ഇരുന്നതുകൊണ്ട് മാത്രം നമ്മൾക്ക് ഈ കാര്യങ്ങളൊന്നും കിട്ടില്ല. അത് വളരെ അത്യാവശ്യമാണ്. ധർമ്മത്തിൻ്റെ ആദ്യപടിയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. പക്ഷേ ശ്രദ്ധ മാത്രം ഉള്ളതുകൊണ്ട് നമ്മൾക്കൊരിക്കലും ഈ കാര്യത്തിൽ നമ്മൾക്ക് പുരോഗതി ഉണ്ടാകില്ല. അതിനാൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ധർമ്മത്തിന് വിട്ടുകൊടുക്കണം. ഇന്ന് പല ആൾക്കാരും ഈ രീതിയിലുണ്ട്. അവരുടെ ശീലങ്ങൾ പാലിക്കില്ല, ഇന്ദ്രിയ സംയമനം പാലിക്കില്ല, ധ്യാനങ്ങൾ അഭ്യസിക്കില്ല, മാത്രയ്ക്കനുസരിച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ രാവിലെയും വൈകിട്ടും ബുദ്ധനെയും ധർമ്മത്തെയും സംഘത്തെയും അവർ ശരണം തേടും. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിൽ കൂടുതൽ ഒരു വ്യക്തിക്ക് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് നിബ്ബാണം എന്ന് പറയുന്ന അവസ്ഥ ലഭിക്കുകയുള്ളൂ. മഹാനാമ ഈ തരത്തിലുള്ള ആര്യശ്രാവകൻ ഈ തരത്തിലുള്ള ഉപേക്ഷാ സതി പാരിശുദ്ധ്യം ആഗമ്മ, അതായത് 4ാമത്തെ ധ്യാനത്തിൽ ആ ആര്യശ്രാവകൻ എത്തുന്ന സമയത്ത് അവർക്ക് അവരുടെ പൂർവ്വജന്മങ്ങളെ ഓർക്കാൻ സാധിക്കുന്നു. പുബ്ബേ നിവാസം അനുസരതി, അതായത് അവർക്ക് 1, 2, 10, 100, 1000, 10,000, ലക്ഷം നമ്മുടെ ഗാലക്സികൾ സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്ന സമയത്ത് അവരുടെ ജന്മങ്ങൾ അവർക്ക് ഒത്തെടുക്കാൻ സാധിക്കും. അതായത് ഇതിനു മുൻപ് അവരുടെ കുലം എന്തായിരുന്നു, പേരെന്തായിരുന്നു, അവരുടെ വേഷം എന്തായിരുന്നു, ഭക്ഷണം എന്തായിരുന്നു, എപ്രകാരമാണ് അവർ സുഖദുഃഖങ്ങൾ അനുഭവിച്ചത്, അതിനുശേഷം എപ്രകാരമാണ് അവർ മരിച്ചത്, മരിച്ചതിന് ശേഷം വീണ്ടും എവിടെ വന്ന് ജനിച്ചു, ആ സമയത്ത് അവരുടെ കുലം എന്തായിരുന്നു, പേരെന്തായിരുന്നു, അവരുടെ വേഷം എന്തായിരുന്നു, ഭക്ഷണം എന്തായിരുന്നു, ഏതെല്ലാം സുഖദുഃഖങ്ങളാണ് അവർ അനുഭവിച്ചത്. ഈ രീതിയിൽ അവർക്ക് അവരുടെ പൂർവ്വജന്മങ്ങളെ മുഴുവൻ ഓർത്തെടുക്കാൻ സാധിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളോടുകൂടി ഓർത്തെടുക്കാൻ സാധിക്കുന്നു. ഇങ്ങനെയാണ് അവർ അവരുടെ മുട്ടയെ ആദ്യമായിട്ട് അവർ പൊട്ടിക്കുന്നത്. ഒരു കോഴിക്കുഞ്ഞ് അതിൻ്റെ മുട്ടയെ ആദ്യമായിട്ട് പൊട്ടിക്കുന്നത് പോലെയാണ് ഈ രീതിയിലുള്ള മുട്ടയെ പൊട്ടിക്കൽ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് പൂർവ്വജന്മം ഓർമ്മ വന്നു. പിന്നെ ആ ആര്യശ്രാവകൻ അതേ ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട് മനുഷ്യർക്ക് അതീതമായിട്ടുള്ള ദിവ്യ നേത്രങ്ങൾ കൊണ്ട് ദിവ്യ ചക്ഷുവിനാൽ പ്രാണികളുടെ ജനന മരണങ്ങൾ കാണാൻ ശ്രമിക്കുന്നു. അതായത് ഈ പ്രാണികൾ ഉച്ചകുലത്തിൽ ജനിക്കുന്നു, ഹീനമായിട്ടുള്ള കുലത്തിൽ ജനിക്കുന്നു, സുന്ദരരായിട്ട് ജനിക്കുന്നു, അസുന്ദരരായിട്ട് ജനിക്കുന്നു, നല്ല സ്ഥലത്ത് ജനിക്കുന്നു, ചീത്ത സ്ഥലത്ത് ജനിക്കുന്നു. ഇതെല്ലാം കർമ്മങ്ങൾക്കനുസൃതമായിട്ടാണ് ഈ ജീവികൾ ജനിക്കുന്നത്, മരിക്കുന്നത് എന്നുള്ള സത്യത്തെ അവർ സ്വന്തം ദിവ്യദൃഷ്ടി കൊണ്ട് കാണുന്നു. ഇങ്ങനെയാണ് അവർ അവരുടെ മുട്ടയെ രണ്ടാമത് പൊട്ടിക്കുന്നത്. അതായത് ഒരു കോഴിക്കുഞ്ഞ് അതിൻ്റെ മുട്ടയെ രണ്ടാമത് പൊട്ടിക്കുന്നത് പോലെ തന്നെയാണ് ഇത്. ഈ 4ാമത്തെ ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഒരു സേഖ അല്ലെങ്കിൽ ഒരു ആര്യശ്രാവകൻ തൻ്റെ മനസ്സിലെ ആസവങ്ങളെ ക്ഷയിപ്പിച്ചുകൊണ്ട് അനാസവമായിക്കൊണ്ട് ചേതോ വിമുക്തിയും പഞ്ഞാവിമുക്തിയും സ്വയം ദർശിച്ചുകൊണ്ട് ആ സത്യത്തെ സാക്ഷാത്കരിച്ചുകൊണ്ട് ആ വ്യക്തി ജീവിക്കുന്നത്. അതായത് ആ വ്യക്തിക്ക് തൻ്റെ മനസ്സിൻ്റെ ആസവങ്ങൾ, അതായത് മനസ്സിൻ്റെ കളങ്കങ്ങളില്ലാതായിട്ട് ചേതോ വിമുക്തി, അതേപോലെ തന്നെ പഞ്ഞാവിമുക്തി രണ്ടും ലഭിക്കുന്നു. ഇങ്ങനെയാണ് അവർ തൻ്റെ മുട്ടകളെ 3ാമത് പൊട്ടിക്കുന്നത്. അതായത് ഉള്ളിൽ കിടക്കുന്ന ഒരു കോഴിക്കുഞ്ഞ് പൊട്ടിക്കുന്നത് പോലെ. മഹാനാമ ഒരു ആര്യ ശ്രാവകൻ ശീലസമ്പന്നൻ ആകുന്നത് താഴെ പറയുന്ന രീതിയിലാണ്. ഇപ്രകാരമാണ് ചരണസമ്പന്നനാകുന്നത്. അതായത് ആചരണത്തിലും വന്നു. മഹാനാമ ഒരു ആര്യശ്രാവകൻ തൻ്റെ ഇന്ദ്രിയങ്ങളെ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നു. ഇങ്ങനെയാണ് ഒരു ഭിക്ഷു ആചരണസമ്പന്നനാകുന്നത്. അതേപോലെ തന്നെ ഒരു ആര്യശ്രാവകൻ ഭക്ഷണം അളവറിഞ്ഞ് കഴിക്കുന്നു. ഒരു ആര്യശ്രാവകൻ ജാഗരീയം, അതായത് ജാഗ്രത അഭ്യസിക്കുന്നു. 7 നല്ല ഗുണങ്ങൾ ഒരു ആര്യശ്രാവകന് ഉണ്ടാകുന്നു. അവർ എപ്പോൾ ആഗ്രഹിക്കുന്നു എങ്കിലും ആ 4 ധ്യാനങ്ങൾ അവർ നേടുന്നു. ഇതെല്ലാം ആചരണങ്ങളാണ്. ഇനി വിദ്യ, അതായത് അറിവ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവരുടെ വിദ്യ അല്ലെങ്കിൽ അറിവ് ഇപ്രകാരമാണ്. അവർ തൻ്റെ ഒരുപാട് പൂർവ്വജന്മങ്ങളെ അവർ ഓർത്തെടുക്കുന്നു. ദിവ്യദൃഷ്ടിയാൽ ജീവികളുടെ ജന്മമരണ ചക്രത്തെ അവർ കാണുന്നു.
ആസവങ്ങളെ ക്ഷയിപ്പിച്ച് ചേതോ വിമുക്തി പഞ്ഞാവിമുക്തി അവർക്ക് ഉണ്ടാകുന്നു. മഹാനാമ ഇപ്രകാരമാണ് ഒരു ആര്യശ്രാവകൻ വിദ്യാസമ്പന്നനും അതേപോലെ തന്നെ ചരണസമ്പന്നനും ആകുന്നത്. അതായത് വിദ്യാചരണ സമ്പന്നോ എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഇങ്ങനെയാണ് ആകുന്നത്. അതുകൂടാതെ ബ്രഹ്മ സനൻകുമാരനും ഈ തരത്തിലുള്ള ഗാഥകളെ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ജനതകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ക്ഷത്രിയരാണ്. അവരുടെ ഗോത്രമാണ് ഏറ്റവും ഉയർന്ന ഗോത്രം. എന്നാൽ ദേവന്മാരിലും മനുഷ്യന്മാരിലും ഏറ്റവും ഉയർന്നത് വിദ്യാചരണ സമ്പന്നരാണ്. അതായത് വിദ്യയും ആചരണത്തിലും സമ്പന്നരായിട്ടുള്ള വ്യക്തികളാണ്. ആ ഗാഥകളെ സനൻകുമാരൻ അർത്ഥമറിഞ്ഞത് തന്നെയാണ് പാടിയിട്ടുള്ളത്, അർത്ഥമറിയാതെ പാടിയതല്ല. ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ശരിയല്ലാത്ത രീതിയിലല്ല. ഉപകാരപ്രദമായിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത്, ഉപദ്രവമായിട്ടുള്ള കാര്യമല്ല. അത് ഭഗവാനും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഭഗവാൻ തൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ആയുഷ്മാൻ ആനന്ദനോട് ഇങ്ങനെ പറഞ്ഞു, സാധു സാധു ആനന്ദ, വളരെ നന്നായി വളരെ നന്നായി ആനന്ദ. കപിലവസ്തുവിലെ ശാക്യന്മാരോട് എങ്ങനെയാണ് ഒരു ഭിക്ഷു അഭ്യസിക്കുന്നത് എന്നതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞു. അതാണ് ആനന്ദൻ പറഞ്ഞത്. അതിനെ ശാസ്താവും അതിനെ തന്നെ സമ്മതിച്ചു. കപിലവസ്തുവുള്ള ശാക്യന്മാർ ആയുഷ്മാൻ ആനന്ദൻ്റെ ആ വചനങ്ങളെ അനുമോദിച്ചു, അതിൽ തൃപ്തരായി. സെഖ സുത്തം നിഷ്ഠിതം. തീർച്ചയായിട്ടും ഈ സുത്തം നിങ്ങൾ ഭിക്ഷുക്കൾക്ക് അയച്ചു കൊടുക്കുക. പല ഭിക്ഷുക്കൾക്കും എന്താണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ള വഴി എന്ന് അറിയില്ല, കാരണം അവർ സൂത്രങ്ങൾ വായിച്ചിട്ടില്ല. അതിനാൽ ഈ സൂത്രം തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക, വളരെ ഗുണപ്രദമായിരിക്കും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി നമ്മൾക്ക് അല്പസമയം പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.